ഹായ്, ഐ ആം മിസ് ലിസ. വെൽക്കം ടു മാതാ മ്യൂസിക് സെൻറ്റർ. ഇന്ന് നമുക്ക് 1000 പാദസരങ്ങൾക്കിണങ്ങി എന്നുള്ള പാട്ട് നമുക്ക് വായിക്കാൻ പരിശ്രമിക്കാം. അതേസമയം അത് ഏത് സ്കെയിലാണ്, ഏത് രാഗം ആണ് എന്ന് നോക്കാം. ബോർഡിൽ നമ്മൾ കോഡ്സ് എഴുതിയിട്ടുണ്ട്. കോഡ് നമ്മൾ ഓർഡറായിട്ട് പഠിക്കുക. അതേസമയം നമുക്കിതിൻ്റെ കോഡ്സ് ഏതൊക്കെയാണ് അതും നമുക്ക് നോക്കാം. അപ്പം നമ്മളെടുക്കുന്ന ഈ പാട്ട് 1000 പാദസരങ്ങൾക്കിണങ്ങി. നമ്മൾ രാഗം നോക്കുകയാണെങ്കിൽ ഇത് കാനഡ രാഗം. കാനഡ രാഗത്തിൻ്റെ സ്കെയിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധ മധ്യമം, പഞ്ചമം ഇല്ല, ചതുശ്രുതി ദൈവതം, നിഷാദം, ഷഡ്ജം. ഇത് ആരോഹണമാണ്. അവരോഹണം അങ്ങനെ വരുന്നത് ഷഡ്ജം, കൈശരി നിഷാദം, ദൈവതം തിരിഞ്ഞിട്ട് വരുമ്പോഴില്ല, പഞ്ചമം, ശുദ്ധ മധ്യമം, സാധാരണ ഗാന്ധാരം, വീണ്ടും ശുദ്ധ മധ്യമം, ചതുശ്രുതി ഋഷഭം, ഷഡ്ജം. ഇങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ദൈവതം ഉണ്ടായിരുന്നു, ഇങ്ങോട്ട് പഞ്ചമം ഇല്ലായിരുന്നു. ഇങ്ങോട്ട് അവരോഹണം വന്നപ്പോൾ ദൈവതം ഇല്ല, പഞ്ചമം ഉണ്ട് അല്ലേ. ഇതിൻ്റെ പ്രത്യേകിച്ചപ്പോൾ ഇവിടെ മധ്യമം ഒന്ന് വന്ന് ഇങ്ങനെ പോയിട്ട് തിരിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ 2 പ്രാവശ്യമുണ്ട്. ഇപ്പോൾ സ്കെയിൽ പക്ഷേ ഈ രാഗത്തിൻ്റെ സ്വരസ്ഥാനം ഇങ്ങനെ പോയാലും നമ്മളിതിൻ്റെ അകത്ത് എടുക്കുന്ന ഈ പാട്ടിനകത്ത് നമ്മൾ സിയിൽ പിടിക്കുമ്പോൾ ഇങ്ങനെ സി മൈനർ സ്കെയിലായിട്ടാണ് വരുന്നത്. കാര്യം നമ്മൾ ഈ നോട്ടാണ് ഈ 1000 പാദസരങ്ങൾക്കിണങ്ങി അതിനകത്ത് ഉപയോഗിക്കുന്ന ഈ നോട്ടാണ്. ഇതല്ല, അതൊരു ആക്സിഡൻ്റ് അങ്ങനെ കേൾക്കുന്നത്. അപ്പോഴേ അങ്ങനെ നോക്കുമ്പോൾ ഇത് ഏത് രാഗം, ഇത് വരുന്ന സി മൈനർ സ്കെയിലാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ മിസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, സി മൈനർ സ്കെയിലിൻ്റെ ഫിംഗറിങ്. ഇപ്പം ലെഫ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ എടുക്കുന്നത്. ഇതാണ് സി മൈനർ സ്കെയിലിൻ്റെ ഫിംഗറിങ്. അപ്പോൾ നമ്മൾ ഈ പാട്ടെടുക്കുമ്പോൾ ഈ പാട്ടിന് പ്രത്യേകതയുണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് ഇത് ട്രിപ്പിൾ നോട്ട് എന്ന് പറയും. അതായത് ഇങ്ങനെ ഒരു പാട്ടിന് ഇതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് വരുമ്പോൾ ഇത് കാണാൻ പറ്റും. പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് വരണം. അപ്പോൾ ചില ഗ്രേസ് നോട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ പാട്ടെടുക്കുമ്പോഴേ ബിഗിനേഴ്സിന് ഇത് കുറച്ച് പ്രയാസം ഉണ്ടായി കേട്ടോ. പക്ഷേ ഒന്ന് ഓർക്കണ്ട, നമ്മൾ പരിശ്രമിച്ചെടുക്കണം. കാര്യം നമ്മൾ എപ്പോഴും നമ്മൾ ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തുകൊണ്ട് പഠിക്കുമ്പോൾ നമുക്ക് നല്ലൊരു മ്യൂസിഷ്യനാകാൻ നോക്കും. അപ്പോൾ ഈ പാട്ട് ഇങ്ങനെ എടുക്കാം നമുക്ക്. ഇത് വന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് വെച്ചാൽ സ്ലോയിലെടുത്ത് കാണിക്കുക. അപ്പോൾ ഈ പാട്ടിൻ്റെ ലെന്ത് ഇവിടുന്ന് ഇവിടം വരെയാണ് ഈ പാട്ടിൻ്റെ ലെന്ത് വരുന്നത്. അപ്പോൾ ഈറിനായ നദിയുടെ അത് നോക്കാം.
ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടം വരെ ഈ പാട്ടിങ്ങനെ എടുക്കുമ്പോഴേ പിന്നെ അത് കഴിയുമ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഒന്നും കൂടി കാണിച്ചു തരാം മിസ്. കണ്ട ഇങ്ങനെ 3 നോട്ട് ഒന്നിച്ച് പിടിക്കേണ്ടത്. അപ്പോൾ കുട്ടികൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ 3 ഫിംഗർ ബിഗിനേഴ്സിന് എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ഇതുണ്ട്. ഇങ്ങനെ ഈ പാട്ട് ഇത്ര സ്ഥലത്ത് ഇവിടെ പാട്ടുണ്ട്. നിങ്ങളൊന്ന് പരിശ്രമിച്ച് നോക്കണം. 1000-ന് ഇങ്ങനെ ഇത് ഓരോ ഫിംഗർ ഇങ്ങനെ 3 പ്രാവശ്യം എടുക്കേണ്ടത് കൊണ്ട് ഇങ്ങനെ ഓരോ ഫിംഗർ വെച്ച് കാണിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇതുണ്ട് ഇതുണ്ട് ഉണ്ട് എന്താ ഇങ്ങനെ എടുക്കണം. ഇന്ന് ആരും കാണാത്ത ഇങ്ങനെയാണ് ഒത്തിരി എല്ലായിടത്തും ട്രിപ്പിൾ നോട്ട് വരുന്നുണ്ട്. അതുപോലെ ഈറിനത് ഇതൊന്ന് എടുക്കാൻ പരിശ്രമിച്ച് നോക്കാം. ഇങ്ങനെ എടുക്കുമ്പോഴേ ചെറിയ ചെറിയ നോട്ടുകൾ ഇങ്ങനെ പെട്ടെന്ന് എടുക്കണം. അതിങ്ങനെ ഞാൻ എടുത്ത് കാണിച്ചപ്പോൾ ഇത് ഓർഗാൻ്റെ അകത്തൊക്കെ ഇത് വായിക്കും കുറച്ചും കൂടി നല്ല സ്മൂത്തായിട്ട് നല്ല പോലെ വരും ഇത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ഓടിച്ചിട്ട് ഇങ്ങനെ കാണിക്കുമായിരുന്നു. നല്ലൊരു മനോഹരമായ പാട്ടാണ്. പക്ഷെ അപ്പോൾ ഈ പാട്ടിന് എന്ന കോഴ്സ് പഠിക്കാമെന്ന് മിസ് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് നമ്മളിപ്പോൾ സി മൈനർ ഇതിങ്ങനെ പിടിച്ചപ്പോൾ നമ്മൾ 3 ബ്ലാക്ക് നോട്ട് വന്നല്ലേ. ഈ 3 ബ്ലാക്ക് നോട്ട് വരുമ്പോൾ നമ്മൾ എന്തെടുക്കുക നോക്കിയത് കണ്ടോ, സി മൈനർ കോഡ് പഠിക്കാൻ പറ്റും. ഇത് കണ്ടോ ഇങ്ങനെ. ജി മൈനർ കോഡ് പഠിക്കാൻ സാധിക്കും, എഫ് മൈനർ കോഡ് പഠിക്കാം ഉണ്ടോ. അപ്പം ഇങ്ങനെ ഈ 3 കോഴ്സ് ഈ നോട്ടിന് ഈ പാട്ടിന് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. പക്ഷെ ഞാനിപ്പോൾ എടുത്തപ്പോൾ അതിൻ്റെ പാട്ട് ശരിയായി ഇതായിട്ടല്ല വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നോട്ട് മനസ്സിലാകാൻ വേണ്ടി സാവകാശം എടുക്കുമായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ വന്ന് ബോർഡിൽ മിസ് എഴുതിയിരിക്കുന്നത് വന്ന് A11 ആകുമ്പോൾ എങ്ങനെ എടുക്കുന്നതെന്നാണ്. ഇത് കണ്ടോ, ഇതാണ് A11. അപ്പം ഈ A11 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ A വന്നിട്ടില്ല. നമ്മൾ E G D E ഇങ്ങനെയാണ് A11. പക്ഷേ A ഓഗ്മെൻ്റ് 11 വന്നാൽ നമ്മൾ ഇങ്ങനെ പിടിക്കും. ഇതുകൊണ്ടോ
അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇത് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. നമുക്കിതൊന്ന് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഇത് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. മറ്റേ ഇത് ഞാൻ ബോർഡിൽ എഴുതിയിട്ടില്ല. ഇത് പിടിക്കാവുന്ന കാണിക്കായിരുന്നു. കുറച്ചും കൂടി ഫ്രീ ആയിട്ട് നിങ്ങളൊന്ന് അതൊക്കെ ഒത്തിരി സമയം എടുത്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കി. ഈ പാട്ട് നല്ല പാട്ടാണ് കേട്ടോ. A11. അപ്പോൾ എ കോഴ്സിൻ്റെ A11 നോട്ടാണ് ഇത്. അപ്പോൾ നമ്മൾ എന്താ E D B G A11. ഇതിന് 1 2 4 5 എൻ്റെ ഫിംഗർ മിസ് പഠിച്ച് കാണിച്ചായിരുന്നല്ലേ. പക്ഷേ ഇത് കണ്ടോ, A ഓഗ്മെൻറ്റഡ് 11. അതിന് വന്ന് ഒരേ ഒരു ഡിഫറൻറ്റ് ഡി വന്ന് ഷാർപ്പായിരിക്കും. ഡി ഷാർപ്പ് എന്ന് ഈടെ ഫ്ലാറ്റ്. അപ്പോൾ ഇത് മാത്രമാണ് ഇതിൽ പ്രത്യേകിച്ച് പഠിക്കാനുള്ളത്. A ഓഗ്മെൻറ്റഡ് 11. ഇത് നമ്മൾ A കോഡ്സ് നമ്മൾ ഓർഡറായിട്ട് പഠിക്കുന്നത് കൊണ്ടാണ് മിസ് ഇങ്ങനെ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. എന്തെങ്കിലും സംശയമുള്ളവർ മിസ്സിനെ വിളിക്കുക കേട്ടോ. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിന് വീണ്ടും കാണാം. എന്തൊക്കെ ചെയ്യണം? ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.